ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മക്കളുടെ സ്കൂൾ റീഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ റൂഹി മോണ്ടിസോറി 2 അതായത് UKG അതിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത് ഇൻഷാ അള്ളാ. അപ്പോൾ രാവിലെ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ഇങ്ങനെ ആ ഒരു ഓട്ടപ്പാച്ചിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഭയങ്കര മടി. എന്താ പറയുക, എന്തെന്നില്ലാത്തൊരു മടി. മക്കൾക്ക് സ്കൂളിലേക്ക് പോവും വേണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ റോസുവിനെ ഞാൻ പിന്നെ നേരത്തെ കാലത്ത് തന്നെ എണീപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അവൾക്ക് ഇപ്പം അവളുടെ ക്ലാസ് തുടങ്ങുന്നത് 8:30ക്കും റോഹിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് 9:40 8:40ക്ക് റോസുവിനും റൂഹിൻ്റെത് 9:40 അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പം ഞങ്ങളാണ് കൊണ്ടുപോയി വിടുന്നത്. സ്കൂൾ ബസ്സിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടെ കൺഫേം ആക്കാൻ നമ്മൾ സ്കൂൾ ബസ് തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ബസ്സിൽ കുട്ടികൾ കൂടുതലായതുകൊണ്ട് തന്നെ സീറ്റ് കൺഫേം ആക്കാൻ ഫസ്റ്റ് ഡേ എന്തായാലും നമ്മൾ കൊണ്ടാക്കി കൊടുക്കാനേ വേണമല്ലോ. അപ്പോൾ അന്ന് കൺഫേം ആക്കി തരാമെന്നാണ് പറഞ്ഞത്. സ്കൂൾ ബസ് ഇല്ലാഞ്ഞാൽ അതൊന്നും നടക്കില്ല. കാരണം 2 സമയത്താണ് 2 പേരുടെയും ക്ലാസ് വരുന്നത്. വിടുന്നത് സെയിം സമയത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് റോസുവിന് ഇന്നത്തെ മീൻസ് ഈ ഫസ്റ്റ് ഡേ റോസുവിന് വിടുന്നത് രാവിലെ 8:40 എന്നല്ലേ അവൾ ക്ലാസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 12 o'clockന് വിടുന്നുണ്ട്. പക്ഷേ റൂഹിക്ക് 9:40ക്ക് ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ 1:30ക്കാണ് വിടുന്നത്. കാരണം 2 പേരെയും ഒരേ സമയത്ത് വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ മൊത്തം വണ്ടികളും ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 സമയത്താണ് മക്കളെ വിടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂഹിക്ക് ലഞ്ച് വേണം, സ്നാക്കും വേണം. റോസിന് അതൊന്നും വേണ്ട. ലഞ്ചിൻ്റെ സമയത്ത് വീട്ടിൽ വരാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്ന് റൂഹിയാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ലഞ്ച് വേണ്ട, ചോറ് വേണ്ടാന്ന്. കാരണം ലഞ്ചാകുമ്പോൾ അവൾക്ക് അറിയാം കുറച്ച് സമയം എടുക്കും സ്കൂളിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സ്നാക്കാണ്, ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലഞ്ച് ബോക്സിൽ ബ്രെഡ് ടോസ്റ്റാണ് വെച്ച് കൊടുത്തത്. ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചോറ് കണ്ടാൽ തന്നെ ആൾ കരയാൻ തുടങ്ങും, അവൾക്ക് കൂടുതൽ നേരം നിൽക്കേണ്ടി വരും വെച്ചിട്ടേ. അപ്പോൾ റോസുവിൻ്റെതും ഇന്ന് പിന്നെ നമ്മൾ നേരത്തെ പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരു 7:45 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8:14 റോസുവിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. 7:45 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. റൂഹിനെ കൂട്ടിയിട്ട് തന്നെ ഇറങ്ങണം. റൂഹിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യലൊക്കെ ആ സമയത്ത്. കാരണം പിന്നെ വീണ്ടും റൂഹിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ റോസിന് എന്തായാലും കൊണ്ടുപോയി കൊടുക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് റോസുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നൊരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോവാം, അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറിയതിന് ശേഷം റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയുന്നതാണ് പുതിയ വീടൊക്കെ ആകുമ്പോൾ, സ്വന്തമായിട്ട് വീടൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുപാടുകൾ നോക്കാണ്ടാവും, തീർച്ചയായിട്ടും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും ഭയങ്കര പാടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഒരു മീൻസ് നമ്മൾ ഫ്ലാറ്റിലൊക്കെ, ഞാൻ UAE-യിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഫ്ലാറ്റിൽ താമസിച്ചല്ലേ, അവിടെ ആകുമ്പോൾ കിച്ചണിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ മോട്ടർ ഇടണം, പുറത്ത് ഡോറ് തുറന്നിട്ട് പുറത്ത് വേസ്റ്റ് കൊണ്ടിടണം, അങ്ങനെ ഇങ്ങനെ ഒന്നുമേ തൊട്ട് അങ്ങനെ കോംബോ ആയിട്ട് ഇങ്ങനെ പോയി വേറെ പലയിടത്തേക്കും പോകും. നമ്മൾ വന്ന കാര്യം നമ്മൾ മറന്നു പോകും. അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിയ പോലെയാണ്. അപ്പം ഇക്കാക്ക് ഞാൻ ബ്രെഡ് ടോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന ബ്രെഡ് ടോസ്റ്റ് എനിക്ക് ആ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. കാരണം ദോശയിലോട്ട് ഓംലെറ്റാണെന്ന് സൈഡ് ഡിഷായിട്ട് കൊടുക്കുന്നത്. ചട്നി ഉണ്ടാക്കാനെങ്കിൽ തേങ്ങ പൊട്ടിക്കണം, ചിരവണം, അരയ്ക്കണം. അപ്പം ഞാൻ വിചാരിച്ചു മുട്ട ആകുമ്പോഴേ അതുണ്ട് തീർന്നു പോയിക്കോളൂ വേഗം, പണി കുറച്ച് ലാഭിക്കാമല്ലോ. ഫസ്റ്റ് ഡേ ഭയങ്കര മടിയാണ്. അല്ലെങ്കിലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മടിയാണ്, അത് വേറെ കാര്യം. മിക്ക വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഫസ്റ്റ് ഡേ കുട്ടികൾക്ക് ശരിക്കും ലഞ്ച് ബോക്സ് ഒന്നും പാടില്ല. പാരൻസിന് ഓർത്തിട്ടെങ്കിലും പാടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെന്തോ റൂഹിക്കാണ് പണി കിട്ടിയത്. റൂഹിക്ക് ലഞ്ച് വേണമെന്നുള്ളത് മസ്റ്റാണ്. ഓക്കെ, അപ്പം ദോശേൻ്റെ പണി കഴിഞ്ഞു. എല്ലാവർക്കും ഓരോ ദോശ അതാണ് വെച്ചിട്ടുള്ളത്. ബാക്കി പിന്നെ ബ്രെഡ് ടോസ്റ്റ് ഞാനൊരു 2 എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇക്ക കൊടുക്കാൻ. മുട്ട ബീറ്റ് ചെയ്ത് തന്നല്ലോ, അപ്പം ബ്രെഡ് ടോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊടുത്തതാണ്, വെറുതെ പറഞ്ഞ കേട്ടോ. പിന്നെ വേറെന്താ, ദോശ കുറച്ചുകൂടെ ഒഴിക്കാനുണ്ട്. മീൻസ് റെഡിയാക്കി വെച്ചത് കഴിഞ്ഞു. ഇനി ബാക്കി ഉമ്മയും റീനും വരുന്നില്ല. കാരണം നമുക്ക് ലഞ്ച് ഇവിടെ ആക്കി വെച്ചിട്ട് വേണം പോവാൻ. വീട് പൂട്ടി പോകൽ എന്താ പറയുക, കുറച്ച് നേരത്തെ നമ്മൾ റെഡിയാക്കണം.
ഇതിനൊക്കെ, അപ്പം സമയം ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുഴച്ച് മറിച്ചിട്ടിട്ട് വീട് പൂട്ടി പോകാൻ ഇഷ്ടമല്ല, എല്ലാം ഒതുക്കി വെച്ചിട്ട് പോകാനാണ്. അപ്പം ഹറിബറിയിൽ ഞാനും പോകുന്നുണ്ടല്ലോ ഇതിൻ്റെ കൂടെ. ഞാൻ കൂടുതലായിട്ടും ഹറിബറി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ഇക്ക ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും ഹറിബറി ആണിപ്പം എല്ലതും, അതുകൊണ്ടാണത് യൂസ് ചെയ്യുന്നത്. മനഃപൂർവ്വം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോസ് ഇക്ക അങ്ങനെ കാണാറില്ല, പക്ഷേ ചിലപ്പോൾ കേൾക്കുമ്പോഴൊക്കെ പറയും ഏത് സമയവും ഹറിബറി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെന്താ, അപ്പോൾ റൂഹിൻ്റെ സ്നാക്ക് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി റൂഹിനെ വിളിക്കണം, അതും വലിയൊരു ടാസ്ക്കാണ്. ഇടയ്ക്കൊന്ന് പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആൾ എണീക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി അവൾക്ക് അറിയാം ഇന്ന് സ്കൂൾ റീഓപ്പണിംഗ് ഡേ ആണെന്നുള്ളത്. പക്ഷേ എങ്ങാനും ഇങ്ങനെ ഒന്ന് പറഞ്ഞ് മീൻസ് പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞയച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു നോക്കുന്നത് കേട്ടോ. പിന്നെ ഒന്നിങ്ങോട്ട് ബെഡ്മന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം കൂടി ടൈം കൊടുത്ത് അപ്പോഴേക്കും ഇനി മുട്ട ഒന്ന് ഓംലെറ്റ് ആക്കട്ടെ, ചായ ഉണ്ടാക്കണം. അപ്പോൾ ഇക്ക റോസും ഉമ്മയെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ബാക്കി പരിപാടികൾ കുറച്ചുണ്ടാവുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ചാക്കേണ്ടത് വിചാരിച്ചിട്ട് അവരുതാണ് തീർക്കട്ടെ വിചാരിച്ചു. ഞാനിങ്ങനെ കിച്ചണിലിങ്ങനെ ഓരോ പണി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, മിക്ക വീടുകളിലും ഈ ഒരു ദിവസം ജൂൺ 1 ഭയങ്കര ഒരു തിരക്ക് തന്നെ ആയിരിക്കില്ല. മിക്ക കിച്ചണിലും ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരിക്കും. എല്ലാവരും കിച്ചണിൽ കിടന്ന് തിരിയുന്നുണ്ടാവും. ഇതുപോലെ ഓരോ മക്കളും ഓരോ സമയത്ത് പോകുന്നവരൊക്കെ ഉണ്ടാവില്ലേ. പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അവരെ എണീപ്പിക്കലും ഫുഡ് ഉണ്ടാക്കലും ലഞ്ച് ഉണ്ടാക്കലും അങ്ങനത്തെ ഒക്കെ ഒരു, ഇനി ആ ജൂൺ എന്ന് പറയുന്നതിന് കുട്ടികളെക്കാളും കൂടുതൽ പാരൻസിനായിരിക്കും ഒരു നെഞ്ചെടുപ്പ്. ചിലർ പറയാറുണ്ട് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സമാധാനമാണ്, മക്കളാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആവുമല്ലോ എന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ എനിക്കെന്തോ പോലെയാണ്. റൂഹിയൊക്കെ സ്കൂളിൽ പോയാൽ പ്രത്യേകിച്ച്. അങ്ങനെ ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ ഒരു ഇതെല്ലാം ഇപ്പം ഒന്നുകൂടെ ഒന്ന് സ്മാർട്ടായിട്ടുണ്ട്. തലേ ദിവസം ഞാൻ വൈകുന്നേരമാണ് കുളിപ്പിക്കാറ്. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കുളിപ്പിക്കാറില്ല. ചെറിയൊരു ജലദോഷം വന്നിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്നതിൻ്റെ തലേന്നാണ് ആ ഒരു ജലദോഷം വന്നത്. സ്കൂൾ റീഓപ്പണിംഗ് ആവുന്നെന്ന് കേട്ടപ്പോൾ വന്നതാണോ എന്ന് ഡൗട്ടുണ്ട്. ചെറിയൊരു പനിയുണ്ടായിരുന്നു, പക്ഷെ അത് പനി മാറി. ചെറുതായിട്ട് ജലദോഷമുണ്ട്. അങ്ങനെ റോസൂനെ ആക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. ശരിക്കും റോസുവിൻ്റെ കൂടെ റീനും കൂടി പോകേണ്ടതായിരുന്നു. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഹൗസ് വാമിങ് വെക്കേണ്ടതായിരുന്നു. അത് നടന്നില്ല. നമ്മൾ വിചാരിച്ചത് റീനു +2 ഫസ്റ്റായിട്ട് നമ്മൾ പുതിയ വീട്ടിൽ നിന്ന് പോവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ദിവസമെങ്കിലും, അതായത് എക്സാമിൻ്റെ സമയത്തെങ്കിലും പുതിയ വീട്ടിൽ നിന്ന് പോവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ റീനു ഇപ്പോൾ എന്തായാലും വീട്ടിലുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആശ്വാസമുണ്ട് കേട്ടോ. റീനും കൂടി സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് വിളിക്കാനും പറയാനും ആളുണ്ടാവില്ല. ഈ റൂഹിനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ ഭയങ്കര ടാസ്ക്കാണ് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കൽ. അപ്പോൾ കിച്ചണിൽ ഒരാൾ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കാനൊക്കെ ഒരാളുണ്ടാകുമ്പോൾ നല്ലതാണ്. അപ്പോൾ റീനു ഇപ്പോൾ ശരിക്കും പെട്ടുപോലെയാണ്. സ്കൂളും ഇല്ല, ഞാൻ പറഞ്ഞ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കലാണ് ഇപ്പോൾ പണി. അങ്ങനെ റൂഹി സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്, ഒക്കെ സെറ്റാണ്. ആൾ ഇപ്പോൾ ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ ഇനി പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ കൊണ്ടാക്കി കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഡേ തൊട്ട് സ്കൂൾ ബസ്സാണ്. ഇതുവരെ സ്കൂൾ ബസ്സിൽ പോകുമെന്ന് പറയുന്നില്ല. ഞാൻ പോകില്ല എന്ന് തന്നെ പറഞ്ഞു, പപ്പാൻ്റെ കൂടെ പോകുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. എന്തായാലും ഇന്ന് സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കണ്ടു നോക്കാം. ആദ്യം റോസൂനെ നമ്മൾ സ്കൂളിൽ ഇറക്കണം, എന്നിട്ട് പിന്നെ അവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ റോസു ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഈ വർഷം നല്ല രീതിയിലാവട്ടെ, ആമീൻ ഇൻഷാ അല്ലാ. റോസു ഇനി ഗ്രേഡ് 7 ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ റൂഹി കണ്ടോ, ഇക്ക സ്കൂൾ ബസ്സിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂഹി കണ്ടോ, സ്കൂൾ കണ്ടപ്പം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആളുടെ ഫേസിൽ. പക്ഷെ അവളെ ഇറക്കുന്നില്ല, നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെന്ന് കണ്ടപ്പം ആൾ ഹാപ്പി ആയിട്ടുണ്ട്. ഇക്കാനൊക്കെ ഭയങ്കര സോപ്പിടലാണ്. പക്ഷെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരുന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പം ഒരു സന്തോഷമുണ്ട് കേട്ടോ അവൾക്ക്. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നു. പിന്നെ അവിടെ ചെന്ന് ചെറുതായിട്ട് റോഹി എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാക്കൻ്റെ മോള് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. ചെറിയ മോളെ സ്കൂളിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മോൾക്ക് കാര്യങ്ങളൊക്കെ ബാഗൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്.
സ്കൂളിൽ പോകാൻ നിൽക്കുന്ന ആൾക്ക്. ഇത് ചെറിയ മോളാണ്, ആളെ സ്കൂളിൽ ചേർത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും കണ്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴേ റൂഹി ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിപ്പം പണ്ടത്തെ പോലെ ഭയങ്കര കരച്ചിലൊന്നുമില്ല, എന്നാലും ചെറിയൊരു മടിയുണ്ട്. അത് പിന്നെ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ, അല്ലാണ്ട് ഭയങ്കര മടിയെന്ന് പറയാനില്ല. അപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡേ തൊട്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ അവിടെ ഇല്ല, ഉപ്പം വന്നു കണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എന്നോട് യാത്ര പറഞ്ഞ് ഇക്കാക്കാണ് പോകുന്നത്, ഇക്കാക്ക ജോലിക്ക് പോവാണ്, ഇനി ഇവരുടെ സ്കൂൾ ബസ് വരാനുണ്ട്. അങ്ങനെ ഇതാ റൂയിമോൾ വീണ്ടും സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇനി റൂയിമോൾ അവിടെ ആക്കി കൊടുക്കണം. സ്നാക്കിന് ചോക്ലേറ്റ് വാങ്ങിച്ചെന്നാൽ സ്കൂളിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ. അപ്പം ഒരു ബ്രൗണി ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടോ, ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ സ്കൂളിലെത്തിയിട്ടുണ്ട്. റൂയിൻ്റെ ക്ലാസ് ബെഗോണിയാണ്. അപ്പം അവളിപ്പോൾ സീനിയറാണ്, മുമ്പ് ജൂനിയറായിരുന്നു, ഇപ്പോൾ സീനിയർ. അപ്പം അവളുടെ ക്ലാസ്സിൽ ജൂനിയർ കുട്ടികൾ വന്നിട്ടില്ല കേട്ടോ. ജൂനിയേഴ്സിന് ഈ ഒരു ഡേറ്റിലല്ല സ്കൂൾ റീഓപ്പൺ ആവുന്നത്. അപ്പോൾ സീനിയേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവളുടെ ക്ലാസ്സിൽ കേട്ടോ. പിന്നെ ഈ വർഷവും സെയിം ക്ലാസ് ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും കേട്ടോ എല്ലാ കുട്ടികൾക്കും. അപ്പോൾ ഇവിടെ റൂഹിക്ക് ഒരു ചേഞ്ച് വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു ടീച്ചർ ഹേമ മാമും ഇപ്പം മോണ്ടിസോറിയിലെ HM ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാമും മാറിയിട്ടുണ്ട്, നീനു മാം അവിടെ തന്നെ. അപ്പോൾ സഫൂറ മാമും നീനു മാമാണ് റൂഹിൻ്റെ ക്ലാസ് ടീച്ചർ. ഇതാണ് ഹേമ മാം ഇപ്പം ഇവിടുത്തെ HM ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം വരെയുള്ള HM ആയ ജ്യോതി മാം റിട്ടയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പുതിയ നമ്മുടെ HM നമ്മുടെ ഹേമ മാമാണ്. അങ്ങനെ മാമിനോടൊക്കെ സംസാരിച്ച് നമ്മളവിടുന്ന് പോകുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പം മക്കളെ സ്കൂൾ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം, 2 പേർക്കും 2 സമയത്തല്ലേ. അപ്പോൾ വിശക്കുന്നുമുണ്ട്, കാരണം രാവിലെ ഒരു ദോശ കഴിച്ചത്, കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ പൊറോട്ടയും മീൻ കറിയും ഓർഡർ ചെയ്തു. എന്താ പറയുക, കഴിച്ചതിന് ശേഷം വിചാരിച്ചു വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. എനിക്ക് പിന്നെ എന്തൊക്കെയോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും എന്തൊക്കെയോ ഒരു ഇത് വന്നു. അങ്ങനെ എന്താ സാധനങ്ങളൊക്കെ ഇതാ ബാക്കിലുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോസുവിനെ പിക്ക് ചെയ്തു കേട്ടോ. റോസു 12 മണിക്ക് വിടും. ഇനി 1:30ക്കാണ് റൂഹിക്ക് വിടുന്നത്. അപ്പോൾ റോസുവിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു ഇക്കാൻ്റെ അമ്മായിൻ്റെ വീടുണ്ട് ഇവിടെ തിരൂർ, അപ്പോൾ അവിടേക്ക് പോയി. അപ്പോൾ റോസും അവിടുന്ന് ഫുഡ് കഴിച്ച്. അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് ഇക്കാനോട് കഴിക്കാൻ. അപ്പോൾ ഇക്ക പിന്നെ നമ്മൾ നേരത്തെ പൊറോട്ട കഴിച്ചല്ലേ, അപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റോസ് ഫുഡ് കഴിച്ചു. റോസ് പിന്നെ സ്നാക്കൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ, രാവിലെ ദോശ എന്തോ ബ്രെഡോ എന്തോ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ പൂച്ച പ്രസവിച്ചിട്ടുണ്ട്, 2 ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റോസു നമ്മളെ വിളിച്ചതാണ്. പിന്നെ റോസുനും റൂഹിക്കും വേറെ വേറെ സമയത്ത് മോർണിംഗ് ആയതുകൊണ്ടേ ഈ സ്കൂൾ ബസ് ഇല്ലാഞ്ഞാൽ ശരിയാവില്ല. കാരണം ഞങ്ങൾ തിരൂർ ആ സമയത്ത് ഇക്കാക്ക് കൊണ്ടുപോയി കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തിരൂരല്ലല്ലോ, പുതിയ വീട്ടിലോട്ട് മാറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടാസ്ക് തന്നെ ആയിരിക്കും സ്കൂൾ ബസ് ഇല്ലെങ്കിൽ. ഈ ഒരു സമയം വരെ നമുക്ക് സ്കൂൾ ബസ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്താ കയ്യിൽ പൈസ എന്താ അത് ഉമ്മമ്മ കൊടുത്താണ്. അന്നാ തരുന്ന് തന്നെ. റൂയി എങ്ങനെയുണ്ട് സ്കൂള്? നല്ല രസമുണ്ട്. ഇന്ന് ചോക്ലേറ്റ് ഇട്ട് സന്തോഷത്തിലാണ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞ്. നാളെ സ്കൂളിൽ പോവോ? നല്ല രസമുണ്ട്, പക്ഷെ നാളെ സ്കൂളിൽ പോവില്ലട്ടാ. എന്താ? നാളെ നല്ല രസമുണ്ടാവും. അങ്ങനെ പറയൂട്ടാ. പിന്നെ വീട്ടിലെത്തി കുട്ടികളെ ഒന്ന് റെഡിയാക്കി ഫുഡ് കഴിച്ചു. അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ വീട്ടിൽ ഭയങ്കര കൊതുക്. അപ്പം മിക്ക വീടുകളിലും ഉണ്ടാവും, പക്ഷെ കൊലായിലോട്ടൊന്നും കടക്കാൻ വയ്യാത്തൊരു കൊതുക്. ഈ പുല്ല് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു, ഈ പേൾ ഗ്രാസല്ലേ നമ്മൾ പുറത്ത് വെച്ചത്, അതുകൊണ്ടുള്ള ഒരു ഇടങ്ങേറുണ്ടല്ലോ. ഞാൻ വിചാരിച്ച് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്.
കാണാൻ ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷേ കൊതുക് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കൊതുക് നമ്മളെ കണ്ട് മൂടുക. കൊതുക്, ഈച്ച ഇത് ഭയങ്കരമായിട്ടുണ്ട്. ഡോറൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഈച്ച അകത്തേക്ക് കയറും. അതിങ്ങനെ കൂട്ടമായിട്ടാണ്. നമ്മളിങ്ങനെ ഒന്ന് കത്തിച്ച് നോക്കിയതാണ്. പക്ഷേ നല്ല ആക്കമുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഈ കൊതുക്, ഈച്ച ഒന്നും വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ, ഇതുപോലെ നമുക്ക് പുറത്ത് കത്തിച്ച് വെക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഐഡിയ ഒന്ന് പറഞ്ഞു തരണേ. കാരണം കുറച്ചൊന്നുമല്ല കേട്ടോ, അത്യാവശ്യമുണ്ട്. നടക്കാനൊന്നും വൈക്കില്ല, അത്രയും. ഒരു 4:30 വേണ്ട, ഒരു 4 മണിക്ക് ശേഷമൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതായത് സിറ്റ് ഔട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല. മിക്ക വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻസിലൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ്. ഇനി ഇതന്നെ മതിയെങ്കിൽ അതൊന്ന് പറയൂ. അപ്പോൾ ഞാനിപ്പോൾ ഊതാണ് കത്തിക്കുന്നത്, പുകയ്ക്കാണ്. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ റോസും റീനും ഒക്കെ ഭയങ്കര കാര്യമായിട്ട് ചെയ്യുന്നതെന്നറിയോ, അവർക്കും സഹി കെട്ടിട്ടുണ്ട്. കൊലായിലിരിക്കാൻ വയ്യ, ഡോറ് തുറന്നിടാനൊക്കെ നമ്മൾ എത്ര വെച്ചിട്ട് നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുക. കിച്ചണിൻ്റെ ഡോറൊന്നും തുറക്കാൻ വയ്യ. ഈച്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറാകത്ത്. പിന്നെ ബെഡ്റൂമിലൊക്കെ ഈച്ച കയറിയാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.